ആരാണ് നിങ്ങൾ? ശ്രീ ഗോപാലകൃഷ്ണൻ, എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ BJP നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനുമായി ഫോണിൽ സംസാരിച്ചു. അതിൻ്റെ കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18-ൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളിൽ അദ്ദേഹത്തിനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് കരുതിയിട്ടാണ്. 1947-ൽ പാകിസ്ഥാനിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ കഴിയാതെയും ഇടിച്ചു കയറി യാത്ര ചെയ്തു പോകാനുള്ള സാമർഥ്യമില്ലാത്തതുകൊണ്ടും നമ്മുടെ രാജ്യത്ത് തന്നെ താമസിച്ച് ശരീരം കൊണ്ട് ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് ഇപ്പോഴും മനസ്സുകൊണ്ട് പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്ന, പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് രാജ്യദ്രോഹികൾ. അവരാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ്? അത് മുസ്ലിങ്ങളാണോ, ക്രിസ്ത്യാനികളാണോ, ഹിന്ദുക്കളാണോ, അതോ സംഘപരിവാറുകാരാണോ? ആരാണെങ്കിലും അത് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷേ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഗോപാലകൃഷ്ണനല്ല, ഗോപാലകൃഷ്ണൻ്റെ സുഹൃത്താണ്. ഗോപാലകൃഷ്ണൻ ഇവിടെ ഇല്ല, അദ്ദേഹം ഒരു വഴിക്ക് പോയിരിക്കുകയാണ്. സംശയത്തോടെയാണെങ്കിലും ഞാനത് വിശ്വസിച്ചു. പിന്നീട് പോകെ പോകെ എനിക്ക് മനസ്സിലായി എന്നോട് സംസാരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ തന്നെയാണെന്ന്. എന്തിനാണ് അദ്ദേഹം എന്നോട് നുണ പറഞ്ഞത്? എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തിയത്? ചാനൽ ചർച്ചകളിലെ ഗർജിക്കുന്ന സിംഹമെന്നൊക്കെ സംഘപരിവാറുകാർ തന്നെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ താൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയും ഒളിച്ചു കളിച്ചും എന്നോട് സംസാരിച്ചത് എന്തിനാണ്? ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഏതായാലും ഞങ്ങൾ തമ്മിൽ നടന്ന ആ ഫോൺ സംഭാഷണം ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ് നിങ്ങൾ? ശ്രീ ഗോപാലകൃഷ്ണൻ, എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ്. എന്താണ് ഗോപാലകൃഷ്ണൻ? ഇല്ല, ഞാൻ ഗോപാലകൃഷ്ണൻ കൊടുക്കാം. ഓ, ശരി ശരി. എന്താ പറയണ്ടേ? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച കണ്ടിട്ട് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി, ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയാം, ചോദിക്കാം, നിങ്ങളോട് തിരിച്ചു വിളിക്കാൻ പറയാം. എന്തായിരുന്നു ചർച്ച? കഴിഞ്ഞ ദിവസം നമ്മളെ ന്യൂസ് 18-ൽ പങ്കെടുത്ത് അദ്ദേഹം നടത്തിയ ഒരു ചർച്ചയിൽ, അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തിൽ ശരിക്കും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളാം. എന്തായിരുന്നോ? അത് ഞാൻ സൂചിപ്പിക്കാം. ഓക്കെ. അത് കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ നമ്മുടെ ഈ ന്യൂസ് 18-ൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പറയുണ്ടായി, ഈ ന്യൂസ് ഏതിലാ? ന്യൂസ് 18-യോ? അതെ, ന്യൂസ് 18. അപ്പോൾ അതിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കാശ്മീർ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് നടന്ന ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ 1947-ൽ പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടും ഇടിച്ചു കയറി യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ നിന്ന് ശരീരം കൊണ്ട് ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് എന്നിട്ട് ഇപ്പോഴും ഈ പാകിസ്ഥാനിൽ മനസ്സുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അവരാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ടും ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഞാൻ അദ്ദേഹത്തെ ആ വിഷയത്തിൽ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. പക്ഷേ ചിലരെങ്കിലും, പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗത്തിൽ പലരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം തെറ്റിദ്ധരിക്കാൻ കാരണമായി. കാരണം അദ്ദേഹം ലക്ഷ്യം വെച്ചത് മുസ്ലിങ്ങളെയാണെന്നും മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നും പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന് ഒരു കാരണവുമുണ്ട്. പലപ്പോഴായി ഗോപാലകൃഷ്ണൻ ഈ ഒരു BJP നേതാവായതുകൊണ്ടും ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മതേതരവാദികളും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗവും തെറ്റിദ്ധരിക്കും. അപ്പം ഞങ്ങളടക്കമുള്ളവർ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഗോപാലകൃഷ്ണനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ തന്നെ പാകിസ്ഥാന് ഒറ്റുകൊടുക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയത്തക്ക വിധത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ UP-ൽ നമ്മുടെ ഒരു ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രകുമാർ എന്നാണ്. അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത് അറസ്റ്റിലായ ആളാണ്. അതിനു മുമ്പ് വേറൊരാൾ ഈ ലൂഡോ ആപ്പ് വഴി പാകിസ്ഥാൻ ഏജൻറ്റിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തു. അയാളുടെ പേര് ഈ കുമാർ വികാസ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കാശ്മീരിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന പോലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രപതിയുടെ നല്ല സേവനത്തിനുള്ള മെഡൽ, അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. അദ്ദേഹം പാകിസ്ഥാൻ ഭീകരർക്ക് ആയുധം എത്തിച്ചു കൊടുത്ത കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 2020-ൽ ഒരു BJP നേതാവിനെ
ഈ പറയപ്പെടുന്ന പ്രാദേശിക BJP നേതാവ് കാശ്മീരിൽ ഭീകരർക്ക് സഹായം എത്തിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ധാരാളം വാർത്തകൾ ഈ കുറഞ്ഞ കാലത്തിന് ഉള്ളിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ മാസം നമ്മുടെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയിലും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രിക് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത കേസിൽ അറസ്റ്റിലായി. അപ്പോൾ ഇത്തരത്തിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയും ശരീരം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുകയും ചെയ്യുന്ന ധാരാളം രാജ്യദ്രോഹികളുണ്ട്. ഇപ്പം ഞാൻ താങ്കളോട് പറഞ്ഞ ഈ പേരുകളിലൊക്കെ നമ്മൾ മതം തിരയേണ്ടതില്ല. എന്നാൽ പോലും ഈ പേരുകളൊന്നും മുസ്ലിങ്ങളുടേതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതുപോലെ രാജ്യത്തെ ഒറ്റുകൊടുത്ത മുസ്ലിം നാമധാരികളും ഹൈന്ദവ നാമധാരികളും ക്രൈസ്തവ നാമധാരികളും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഈ പറയുന്ന പോലെ ചർച്ചകൾ കേൾക്കുന്നവർക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതിൽ ഈ പറയപ്പെട്ട ഒരാളുടെ മതമില്ല. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു കാര്യം പറയട്ടെ, ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കാം. പക്ഷെ ഈ ന്യൂസ് 8 ചർച്ച കുറച്ചു ഭാഗം ഞാൻ കണ്ടിരുന്നു. ആ ചർച്ചയില് അദ്ദേഹം അല്ല അത് പറഞ്ഞത്. നിങ്ങള് ന്യൂസ് 8 ചർച്ച മുഴുവൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അല്ല അത് പറഞ്ഞത് ശ്രീജിത്ത് പണിക്കരാണ്. ഞാനൊന്ന് പറയട്ടെ. നിങ്ങള് ന്യൂസ് 8 ചർച്ച അവിടെ കിടപ്പുണ്ടല്ലോ. നിങ്ങൾ രണ്ടാമതൊന്ന് കാണും. അതായത് ഞാൻ ആ ചർച്ച ഞാനൊന്ന് പറയട്ടെ. ഞാൻ ആ ചർച്ച കഴിഞ്ഞപ്പോ ഇയാളുമായിട്ട് സംസാരിച്ചിരുന്നു, ഗോപാലകൃഷ്ണനായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ കാര്യം. അപ്പൊ ആ ചർച്ചയെ ഞാനും ഒന്നിച്ച് ഞങ്ങൾ പോയി, എന്റെ സുഹൃത്താണ്. ആദ്യ ചർച്ച കാണുന്നത് ശ്രീജിത്ത് പണിക്കരാണ്. അത് ഗോപാലകൃഷ്ണൻ എടുത്തു പറഞ്ഞതാണ് പോലെ. ഒരു മിനിറ്റ്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ എന്നിട്ട് ആണ് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് താങ്കളുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രീജിത്ത് പണിക്കരെയും കൂടി ഒന്ന് വിളിച്ചു ഓർമ്മിപ്പിച്ചോളൂ. നിങ്ങൾ പറഞ്ഞതെന്നല്ല, നിങ്ങൾ പറഞ്ഞത് വാട്ട് യു ടെല്ലിംഗ് ഈസ് കറക്റ്റ്. നിങ്ങൾ പറഞ്ഞത് അബ്സല്യൂട്ട് കറക്റ്റായ. രാജ്യദ്രോഹത്തിന് മതം തിരയേണ്ടതില്ല. രാജ്യദ്രോഹികളായിട്ട് ആരായാലും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും. പിന്നെ നിങ്ങൾ തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട്, ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളാണ്. ഒരു ഡസൻ മുസ്ലിങ്ങളുടെ പേര് ഞാൻ വേണേ പറഞ്ഞുതരാം. ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ സംസാരിക്കുന്നത് ശരിക്കും ഗോപാലകൃഷ്ണൻ തന്നെയാണോ, ഗോപാലകൃഷ്ണന്റെ സുഹൃത്താണോ? എനിക്ക് ഗോപാലകൃഷ്ണന്റെ ശബ്ദം പോലെ തോന്നുന്നു. ഞാൻ ഗോപാലകൃഷ്ണന്റെ സുഹൃത്താണ്. പറഞ്ഞോളൂ. അത് ഞങ്ങളെ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് തോന്നാവും. ഞാൻ ഗോപാലകൃഷ്ണൻ അല്ല. ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ഗോപാലകൃഷ്ണൻ മുഖത്ത് നോക്കിയിട്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്. ആയിക്കോട്ടെ. എനിക്ക് മൊബൈൽ തന്നിട്ട് മൂപ്പര് പോയിരിക്കുകയാണ്. ഞാൻ വരുമ്പോ വേണം നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പറയാം. പറഞ്ഞോളൂ. കേട്ടില്ലേ? ഇതായിരുന്നു ആ ഫോൺ സംഭാഷണം. അദ്ദേഹം താൻ ഗോപാലകൃഷ്ണൻ അല്ലെന്ന് പറഞ്ഞ് പേര് മാറ്റി പറഞ്ഞതുകൊണ്ടും ആൾമാറാട്ടം നടത്തിയതുകൊണ്ടും അദ്ദേഹത്തിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തുടക്കത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഈ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും, ഇടയ്ക്കിടയ്ക്ക് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ആ ചർച്ചയിൽ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് തന്നെ ഗോപാലകൃഷ്ണൻ ആ ചർച്ചയിൽ പറഞ്ഞത് എന്ന് മാറ്റി പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ചർച്ചകൾ ശ്രദ്ധിക്കുകയും രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങൾക്ക് കാതോർക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും താങ്കളുടെ ശബ്ദം അതിവേഗം തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും താങ്കൾക്കില്ലാതായിപ്പോയി എന്നുള്ളത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞ 947 പാകിസ്ഥാനിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ വകയില്ലാത്തതുകൊണ്ടും ഇടിച്ചു കയറി യാത്ര ചെയ്തു പോകാനുള്ള സാമർഥ്യമില്ലാത്തതുകൊണ്ടും നമ്മുടെ രാജ്യത്ത് തന്നെ അടിഞ്ഞുകൂടി ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ശരീരം കൊണ്ട് ഇവിടെ ജീവിച്ച് ചോറ് ഇവിടെയും കൂർ പാകിസ്ഥാനിലുമായി ജീവിക്കുന്ന ആ രാജ്യദ്രോഹികൾ നമ്മൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിനിടയിൽ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആ ഹൈന്ദവ നാമധാരികൾ തന്നെയാണ് എന്ന് താങ്കൾ സമ്മതിച്ചല്ലോ, അതിൽ സന്തോഷം. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഇത്തരം പരാമർശങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആ പേരുകൾ കൂടി ആ ചർച്ചയിൽ താങ്കൾ പരാമർശിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആ പേരുകളിൽ പലരും BJPയുമായോ സംഘപരിവാറുമായോ നേരിട്ട് ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. യാഥാർത്ഥ്യങ്ങൾ അതാണെന്നിരിക്കെ അതൊക്കെ മറച്ചു വെക്കാൻ ആ സ്ഥാനത്തേക്ക് മുസ്ലിം സമുദായത്തിൻ്റെ പേരുകൾ വലിച്ചുകൊണ്ടുവരുന്ന പരിപാടി ഇനി ചിലവാവില്ല ഗോപാലകൃഷ്ണ. അതിൻ്റെ തെളിവാണ് താങ്കൾക്ക് എന്നോട് നുണ പറയേണ്ടി വന്നത്.
തൻ്റെ പേര് മാറ്റി പറയേണ്ടി വന്നത്, എൻ്റെ മുമ്പിൽ ആൾമാറാട്ടം നടത്തേണ്ടി വന്നത്. ഞങ്ങൾ തമ്മിലുള്ള ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം അദ്ദേഹം എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. എന്തിനാണ് അദ്ദേഹം എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതെന്നും ഞാൻ ഗോപാലകൃഷ്ണനല്ല എന്ന് പേര് മാറ്റി പറഞ്ഞതൊക്കെ എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോപാലകൃഷ്ണൻ ഒരു ഭീരുവാണ്. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി പലപ്പോഴും നുണ പറയുകയും മറ്റ് പല വിഷയങ്ങളിലേക്കും കാട് കയറി സംസാരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പ്രവണതയാണ്. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വെല്ലുവിളികളും മൈതാന പ്രസംഗവും ഭീഷണികളും നടത്തുന്ന ഒരാൾക്ക് സത്യസന്ധമായി ചോദ്യങ്ങളെ നേരിടാനുള്ള ആംബിയറില്ല, തൻ്റെ ഇടമില്ല, ധൈര്യമില്ല എന്ന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, BJPയുടെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു സാധാരണക്കാരനായ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പേര് മാറ്റി പറഞ്ഞും ഒഴിഞ്ഞു മാറിയും ആൾമാറാട്ടം നടത്തിയുമൊക്കെ ഒളിച്ചോടുന്ന ഭീരുവാണെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുക, അതിനെ നേരിടുക? ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് എങ്ങനെയാവും അതിനൊക്കെ മറുപടി പറയാൻ കഴിയുക? ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ വാട്സപ്പിൽ എൻ്റെ ബ്ലോക്ക് മാറ്റുകയാണെങ്കിൽ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലേക്ക് പോകാതെ ശരീരം കൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ച് ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികളുടെ കൂടുതൽ പേരുകളും അവരുടെ വിവരങ്ങളും ഞാൻ താങ്കൾക്ക് സെൻഡ് ചെയ്യാൻ തയ്യാറാണ്. വാട്സപ്പിലെ എൻ്റെ ബ്ലോക്ക് മാറ്റി വിശാലമായ കാഴ്ചപ്പാടോടെ സമീപനത്തോടെ ആരോഗ്യപരമായ സംവാദത്തിന് താങ്കൾ തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്താണെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.